back to Get in the episode of Campus Search. നമ്മളെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പഠിക്കാനുള്ള ത്വരയൊക്കെ വന്നിട്ട് നമ്മൾ പഠിക്കാനായിട്ട് കയറുമ്പോഴായിരിക്കും നമ്മുടെ റൂം ഒക്കെ ഭയങ്കര അലങ്കോലപ്പെട്ടിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ. അപ്പളേ നമ്മുടെ മൂഡ് പോകും, ഇനി നാളെ പഠിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി വരും. അപ്പൊ നമ്മുടെ ഈ റൂം ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതിന് പഠിക്കുന്നതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്നിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ റൂം സെറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സ്പേസ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് പല കുട്ടികൾക്കും ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് ചെയ്യാതെ വിടുന്ന കാര്യങ്ങളാണ്. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കാതെ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്പേസ് നമുക്ക് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറുള്ള കുട്ടികൾക്ക് ഒരു ക്ലീൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പേസിലിരുന്ന് മാത്രം പഠിച്ചാൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ നമ്മുടെ റൂം സെറ്റപ്പ് ചെയ്യാം, അതായത് നമ്മൾ ഒരു റൂം ഒന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സ്പേസ് എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാം എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നിങ്ങളുടെ ഹൈറ്റിന് അഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ചെയറും ടേബിളും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർ കിടന്ന് പഠിക്കുന്നവരുണ്ട്, ചിലർ നിന്ന് പഠിക്കുന്നവരുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കൂടുതൽ കൺവീനിയൻറ്റ് ആയിട്ടുള്ള. അപ്പം നിങ്ങളുടെ ഹൈറ്റിന് ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചെയറും ടേബിളും കണ്ടുപിടിക്കുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ ചെയർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം ഈ ഫാൻസി ചെയർസ് ഉണ്ടല്ലോ, റോൾ ചെയ്യുന്ന ചെയർ, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെയർ, ഇങ്ങനത്തെ ചെയർസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇതൊക്കെ കൂടുതൽ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെയറും ടേബിളും നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം ലൈറ്റിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്പേസിലൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് സച്ച് എ ടാസ്ക്. മാക്സിമം നാച്ചുറൽ ലൈറ്റിംഗ് മാക്സിമം കിട്ടുന്ന ഒരു സ്പേസിലിരുന്ന് പഠിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് മാക്സിമം നിങ്ങൾക്ക് അഡിക്വേറ്റ് ഉള്ള രീതിയിൽ കിട്ടുന്ന ഒരു സ്പേസിലിരുന്നിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്പേസിൽ അത് സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പോയിന്റ് എന്ന് പറയുന്നത് കീപ് തിങ്സ് ക്ലോസർ ടു യു. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടല്ലോ, അതായത് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ റബ്ബർ, പെൻസിൽ, അങ്ങനെ നിങ്ങൾക്ക് പേപ്പർ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്തെങ്കിലും എത്താവുന്ന രീതിയിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സാധനം എടുക്കാൻ നിങ്ങൾ ഓരോ വട്ടം പോകുന്നതനുസരിച്ചിട്ട് പിന്നെ തിരിച്ചു വരാനുള്ള സമയം കൂടും, ഡിസ്ട്രാക്ഷൻസും കൂടും, മടി കൂടും. അപ്പം നിങ്ങൾക്ക് അടുത്ത് തന്നെ വെക്കുക. അതായത് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അത് അടുത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള സാധ്യത എന്നുള്ളത് ഭയങ്കര കൂടുതലാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ അടുത്ത് വെക്കുന്നത് ഇസ് വെരി ഗുഡ്, പക്ഷെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ടേബിളിൽ സെറ്റപ്പ് ചെയ്താൽ മതിയിട്ട്. വെറുതെ ആവശ്യമില്ലാത്ത ബുക്സ് ഒക്കെ കുറേ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തോന്നും, നമ്മൾ പഠിക്കും. പക്ഷെ അത്യാവശ്യം ക്ലീൻ ആയിട്ട്, അതായത് വേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ ടേബിളിൽ ഇൻക്ലൂഡഡ് ആക്കുക. വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ഇപ്പം നിങ്ങൾ അറ്റ് എ ടൈം ഒരു സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ബുക്സ് മാത്രം ടേബിളിൽ വെക്കുക. ബാക്കി എത്താവുന്ന ദൂരത്ത്, അതായത് കുറച്ച് മതി ഡ്രോയേഴ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് ഡ്രോയേഴ്സിൽ വെക്കുക. അതായത് വേണ്ട സാധനങ്ങൾ മാത്രം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമിനെ കുറിച്ചിട്ട് നിങ്ങൾ കൺസേൺഡ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾ 8 മണിക്ക് പഠിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടൈമിൽ നിങ്ങൾ എത്ര സമയം പഠിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും അതിനൊരു ഫോൺ പോലെ എന്നൊക്കെ വിചാരിച്ച ഫോൺ ഇന്റർവ്യൂ നമുക്കറിയാലോ, നമ്മൾ വെറുതെ ഒന്ന് സമയം നോക്കാനായിരിക്കും, പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ തിരിച്ചു വരിക. അതുകൊണ്ട് ഫോണിന് പകരം നിങ്ങളൊരു ക്ലോക്ക് സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലോക്ക്സ് കുറേ കിട്ടും, അങ്ങനത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈമിനെ കുറിച്ച് കുറച്ചുകൂടി അവെയർ ആയിരിക്കും. അത് നിങ്ങളെ കുറച്ചുകൂടി ബോധേഡ് ആക്കാനും കോൺഷ്യസ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കാനിരിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ള ഒരു ടി വി കാണുന്ന ഒരു സ്പേസിനടുത്താണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ടി വിയുടെ വോയിസ് എപ്പോഴും വരും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള ഒരു സ്പേസിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് കാരണം നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് മറ്റ് അവോയ്ഡിങ്ങും ഡിസ്ട്രാക്ഷൻസും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മാക്സിമം കോൺസെൻട്രേഷനോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം നിങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് യുവർ സ്റ്റഡി സ്പേസ് ഇസ് പേഴ്സണലൈസ്ഡ് ഓൺ. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങളുടേതാണ് ആ സ്പേസ് എന്ന് വരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിലോങ് ചെയ്യുന്ന ഒരു ഫീൽ വരും, നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡി സ്പേസ് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് പേഴ്സണലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, this is Varsha saying bye. Toodles.